പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അൽമഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ജീവൻ ടി വി പ്രേക്ഷകർക്കും അൽ മഫാസിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജീവൻ ടി വി പ്രേക്ഷകരെ, നമ്മുടെ ഈ ചാനലിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന അനുഗ്രഹീതമായൊരു പ്രോഗ്രാമായിരുന്നു അൽ മഫാസ്. കൊറോണ പ്രതിസന്ധി എല്ലാവരെയും ബാധിച്ചതുപോലെ പ്രസ്തുത കാലഘട്ടത്തിൽ നമ്മുടെ പ്രോഗ്രാമും നിലച്ചു പോവുകയുണ്ടായി. സർവശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ കരുനാഗപ്പള്ളി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അവരുടെ സ്പോൺസർഷിപ്പിലൂടെ നാം വീണ്ടും അൽ മഫാസ് പുനരാരംഭിക്കുകയാണ്. അള്ളാഹുവാണ് ഇതിലേക്ക് വഴികാട്ടിയത്. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു പ്രകൃതി ഹോസ്പിറ്റലിനെ, അതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ അധികം അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ആദ്യമായി നമ്മൾ പ്രോഗ്രാമിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള കേവലം 25 വർഷം മാത്രം ഈ ഭൂമുഖത്ത് ജീവിച്ച് മുഹമ്മദ് എന്ന തൻ്റെ ആ മഹാനായ പുത്രന് ജന്മം നൽകി വെറും 2 മാസത്തിന് ശേഷം സിറിയയിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരവെ മദീനയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. നമുക്കറിയാം, പ്രവാചകൻ അവസാനത്തെ 10 വർഷം മദീനയിലായിരുന്നു ജീവിതം. അവിടെയായിരുന്നു പ്രവാചകൻ്റെ മരണം. മദീനയിലെത്തിയ പ്രവാചകൻ പറയുകയുണ്ടായി, ഇതാണ് എൻ്റെ മണ്ണ്, ഇവിടെയായിരിക്കും ഞാൻ മരണപ്പെടുക എന്നൊക്കെ പറയുകയുണ്ടായി. കാര്യകാരണങ്ങൾ സൃഷ്ടിക്കുന്ന അള്ളാഹു മദീനയുമായിട്ട് പ്രവാചകന് നേരത്തെ ഒരു ബന്ധമുണ്ടാക്കുകയായിരുന്നു. പ്രവാചകൻ്റെ മാതാമഹി സൽമ മദീനക്കാരിയാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത പ്രവാചകൻ്റെ ചരിത്രം പറയുമ്പോൾ ഞാനത് പറയാം. ആ സൽമാ ബീവിയുടെ സഹോദരങ്ങൾ, ബന്ധുജനങ്ങളൊക്കെ മദീനയിലായിരുന്നു. അങ്ങനെ തൻ്റെ അമ്മാവന്മാരുടെ സമീപത്ത് ശുശ്രൂഷയിൽ ഏർപ്പെട്ട് അവിടെ വച്ച് അബ്ദുള്ള ദിവംഗതനായി. പിൽക്കാലത്ത് പലപ്പോഴും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് ശേഷം അതിലേക്ക് കടന്നു പോകും, പറയും, ദാ ഇവിടെയാണ് എൻ്റെ ബാപ്പയെ ഖബറടക്കപ്പെട്ടത്, ഈ ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖബർ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് അനുയായികളോട് പറയുമായിരുന്നു. പലപ്പോഴും കണ്ണീർ വാർക്കുകയും ചെയ്യുമായിരുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയത്ത് 25-ാമത്തെ വയസ്സിൽ കേവലം 2 മാസത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം
അതിസുന്ദരിയായ ആമിന ബീവിയെയും തനിക്ക് പിറക്കാനിരിക്കുന്ന മകനെയും വിട്ടുപിരിഞ്ഞ് മരണപ്പെട്ടു പോയ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ പിതാവ് അബ്ദുള്ള, പ്രവാചകൻ്റെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു. അബ്ദുള്ളയുടെ പിതാവ്, പ്രവാചകൻ്റെ പിതാമഹൻ, ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഹാഷിം എന്നാണ്, മാതാവ് സൽമ. ഈ സൽമ മദീനക്കാരിയാണ്. അങ്ങനെയാണ് പ്രവാചക പിതാവിന് അവിടെ ബന്ധുക്കളുണ്ടായതും അവിടെ മരണപ്പെടാനിടയായതും. മദീനയിലുള്ള സൽമയെ ഹാഷിം വിവാഹം കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് ജനിച്ച പുത്രന്മാരിൽ പ്രമുഖനാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിൻ്റെ പേര്, യഥാർത്ഥ പേര് സത്യത്തിൽ ഷെയ്ബ എന്നായിരുന്നു. പിൽക്കാലത്ത് ആ പേര് അപ്രശസ്തമാവുകയും അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അതിൻ്റെ കാരണം ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഷെയ്ബ AD 497 മദീനയിൽ വെച്ച് പിറക്കുന്നത്. മദീനയിൽ പ്രസവിക്കപ്പെട്ടു. സൽമയുടെ വീട് മദീനയായിരുന്നല്ലോ. ഉമ്മയുടെ സ്വന്തം വീട്ടിൽ പ്രസവ ശുശ്രൂഷകൾക്കായി എത്തി അവിടെ വച്ച് പ്രസവിക്കപ്പെട്ടു. പിതാവ് ഹാഷിമിന് ആ മകനെ കാണാൻ കഴിഞ്ഞില്ല. കാണുന്നതിന് മുമ്പായിട്ട് തന്നെ വ്യാപാരാവശ്യാർത്ഥം ജോർദാനിലേക്ക് പോയി അദ്ദേഹം, ഇന്നത്തെ ഗസ്സയുണ്ടല്ലോ, ഇസ്രായേൽ എപ്പോഴും കൊണ്ടുപോയി ബോംബിടുന്ന ഗസ്സ, അവിടെ വച്ച് അദ്ദേഹം മരണപ്പെട്ടു പോവുകയുണ്ടായി. ആരുമറിയാതെ ഈ ഷെയ്ബ മദീനയിൽ വളർന്നു വന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവായ ഹാഷിം മക്കയിലെ രാജാവായിരുന്നു, അധികാരിയായിരുന്നു. ഹാഷിമിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ മുത്തലിബ് മക്കയിൽ ഭരണം നടത്തി. മുത്തലിബ് അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഷെയ്ബയുടെ കൗമാരപ്രായത്തിൽ, യൗവനകാലത്തിൽ അദ്ദേഹത്തിന് മദീനയിൽ ഇങ്ങനൊരു തൻ്റെ ജ്യേഷ്ഠന് ഒരു പുത്രനുണ്ട് എന്ന് മുത്തലിബ് അറിയുന്നത്. വിവരമറിഞ്ഞ മുത്തലിബിന് വലിയ കുണ്ഠിതം തോന്നി. തൻ്റെ സഹോദരൻ, ജ്യേഷ്ഠനൊരു മകൻ ഇങ്ങനെ മദീനയിലുണ്ടായിട്ട് താൻ അറിയാതെ പോയല്ലോ, ശ്രദ്ധിക്കാതെ പോയല്ലോ എന്ന വിഷമം തോന്നി. അദ്ദേഹം മദീനയിലേക്കെത്തി. മദീനയിൽ വന്ന് അദ്ദേഹം തൻ്റെ പുത്രനെ മാതാവ് സൽമയോട് കേണപേക്ഷിച്ച് സഹോദര പുത്രനെ മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുത്തലിബ് ജ്യേഷ്ഠൻ്റെ മകൻ ഷെയ്ബയുമായി മക്കയിലേക്ക് വന്നപ്പോൾ ഷെയ്ബയെ മക്കക്കാർക്ക് ആർക്കും പരിചയമില്ല, ആരും കണ്ടിട്ടില്ല. തങ്ങളുടെ നേതാവ് ഒരു പുതിയ യുവാവിനെയും കൂട്ടി വരുന്നത് കണ്ട മക്കക്കാർ പറഞ്ഞു, ഇതൊരു പക്ഷേ മുത്തലിബിൻ്റെ അടിമയായിരിക്കും. അങ്ങനെ ആ കൗമാരക്കാരുടെ യുവാവിന് അബ്ദുൽ മുത്തലിബ് എന്നവർ പേരിട്ടു. പിന്നീട് ആ പേരങ്ങ് പ്രസിദ്ധമായി. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ബ എന്നായിരുന്നു. അബ്ദുൽ മുത്തലിബ് എന്നുള്ള വിളിപ്പേര്, മുത്തലിബിൻ്റെ അടിമ. ഇന്ന് ചരിത്രത്തിൽ ഷെയ്ബ എന്നുള്ള പേരില്ല, അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേരിലാണ് പിതാമഹൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത് ഇങ്ങനെയാണ്. അങ്ങനെ വന്നു. മുത്തലിബ് മക്കാഭരണം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം യമനിലേക്ക് യാത്ര പോവുകയും അവിടെ വച്ച് അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. മുത്തലിബിൻ്റെ മരണശേഷം ഈ അബ്ദുൽ മുത്തലിബാണ് മക്കയുടെ ഭരണസാരിധ്യം വഹിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പക്വമതിയായിരുന്നു അബ്ദുൽ മുത്തലിബ്. നീതിമാനായിരുന്നു, പരോപകാരിയായിരുന്നു, സൽസ്വഭാവിയായിരുന്നു, നല്ലവരിൽ നല്ലവനായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അള്ളാഹു 140 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആയുസ് കൊടുത്ത വ്യക്തിയാണ് അബ്ദുൽ മുത്തലിബ്. 140 വർഷം ജീവിച്ച് ഗംഭീരമായ ഭരണപരിഷ്കാരങ്ങൾ മക്കയിൽ വരുത്തി ഒരുപാട് നന്മകൾ ചരിത്രത്തിന് വിട്ടിട്ട് പോയ പ്രോജ്വലമായ ചരിത്രമാണ് പ്രവാചകൻ്റെ പിതാമഹൻ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിൻ്റേത്. അദ്ദേഹമാണ് മറഞ്ഞു കിടന്ന സംസം വീണ്ടും പുനർനിർമ്മിച്ചത്. ചരിത്രത്തിൽ മറയപ്പെട്ടു പോയ ആർക്കും അറിയാതെ കിടന്ന സംസം പുനഃസ്ഥാപിച്ചത് ഈ അബ്ദുൽ മുത്തലിബാണ്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ദിവസം വിശദമായി സംസാരിക്കാം.
മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി. 30 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് തേയ്മാനം, മുട്ടു തേയ്മാനം, പിടലി തേയ്മാനം, ഡിസ്ക് തള്ളൽ ഇവ മൂലം പ്രായഭേദമന്യേ നിരവധി ആളുകൾ തീരാ വേദനയിൽ കഴിയുന്നു. ധാതുക്ഷയം മൂലമുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രകൃതിയുടെ ജോയിന്റ് റീജനറേഷൻ പ്രോസസ്സിലൂടെ ഓപ്പറേഷൻ കൂടാതെ സുഖം പ്രാപിക്കാം. പ്രകൃതിയിലേക്ക് വരൂ, വേദനയിൽ നിന്ന് മുക്തി നേടൂ. ഞാൻ ഉറപ്പു തരുന്നു. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ. ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്ഖണ്ഡ് BAMSന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക്. ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ, പ്രമേഹം, അനുബന്ധ രോഗങ്ങൾ, സോറിയാസിസ്, കരൾ രോഗങ്ങൾ, അർബുദം, ആസ്മ, അലർജി, ലഹരി ഉപയോഗം, വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ S. താഷ്കന്റ് BAMS MSന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി നട്ടെല്ല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ ആയുർവേദ ഹോസ്പിറ്റലായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി അവതരിപ്പിക്കുന്ന അൽമഫാസ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വടക്കൻ മലബാറിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഒരാൾ മരണപ്പെട്ടാൽ 15-40 എന്ന് മാത്രമല്ല ഒരു വർഷക്കാലവും ആ വർഷത്തിൻ്റെ മൊത്തം ദിവസത്തിൻ്റെ എണ്ണം പറഞ്ഞ് ജനങ്ങളെ വീടുകളിലേക്ക് ക്ഷണിച്ച് സദ്യ കൊടുക്കുന്നു. ഈ ദിവസങ്ങൾക്ക് ഇസ്ലാമിൽ വല്ല പ്രത്യേകതയുമുണ്ടോ ഉസ്താദെ? ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാത്ത ഒരു കാര്യം നടപ്പിൽ വരുത്തുന്നത് ബിദ്അത്തല്ലേ? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരൻ മലപ്പുറത്ത് നിന്നുമാണ്. മരണപ്പെട്ട ആൾക്കാരുടെ പേരിൽ ദാനം ചെയ്യുന്നതും അന്നം കൊടുക്കുന്നതും ഒക്കെ പുണ്യമാണ്. അതിനൊക്കെ പ്രത്യേകിച്ച് ദിവസങ്ങൾ നിശ്ചയിക്കുക, ആളുകളുടെ എണ്ണം നിശ്ചയിക്കുക, അതൊന്നും ഇസ്ലാമിലില്ല. അതൊക്കെ ഓരോ നാട്ടാചാരങ്ങളാണ്. നാട്ടാചാരങ്ങൾക്ക് അതിൻ്റേതായ വില മാത്രം കൊടുത്താൽ മതിയാകും. ഇസ്ലാം അതിൻ്റെ ബേസ്, അതിൻ്റെ അടിസ്ഥാനം മരണപ്പെട്ടവർക്ക് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി അന്നദാനം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കൂട്ടായ്മകൾ നടക്കുന്നു, സിക്റുകളും സ്വലാത്തുകളും ഖുർആനും ദുആയും നടക്കുന്നു. അതൊക്കെ നല്ലത് തന്നെ. കൃത്യ ദിവസം നിശ്ചയിച്ച്, കൃത്യസമയം നിശ്ചയിച്ച്, കൃത്യം ആളുകൾ നിശ്ചയിച്ചൊക്കെ ചെയ്യുന്നത് നാട്ടാചാരമായിട്ട് കൂട്ടുക. അതിനൊന്നും ഇസ്ലാമിൽ പ്രാധാന്യമോ നിയമമോ അടിസ്ഥാനമോ ഒന്നുമില്ല. അള്ളാഹു മരണപ്പെട്ടവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. സമൂഹത്തിൽ കലാകായിക സൗന്ദര്യ മത്സരം തുടങ്ങിയ പല രംഗങ്ങളിലും മുസ്ലിങ്ങൾ അരോചകമായതും സമുദായത്തിന് ചേരാത്തതുമായ വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നതിനെ പറ്റി ഉസ്താദിന് എന്താണ് അഭിപ്രായം? പ്രത്യേകിച്ച് സിനിമാ വിഭാഗത്തിൽ ഇവരുടെ അഭിനയ ജീവിതത്തിലും മറ്റും വളരെ മോശമായ രീതിയിലുള്ള വസ്ത്രധാരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഖുർആന്റെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ചോദിച്ചിരിക്കുന്നതും SA മുഹമ്മദ് യൂസുഫാണ്. അൽഹംദുലില്ലാ, പരിശുദ്ധ ഇസ്ലാം ഒരു സത്യമതമാണ്. മനുഷ്യ പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ മതമാണ്. മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്ന മതമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയുണ്ടായി, തറക്തുക്കും, ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത് അതിമനോഹരമായ മനുഷ്യ സംസ്കാരത്തിന് ഉതകുന്ന ഒരു നല്ല ദീനാണ്. അലൽ മഹജ്ജത്തിൽ ബൈള,
നല്ല വെളുത്ത, ഒരല്പം പോലും കറയില്ലാത്ത, കറുപ്പില്ലാത്ത, കളങ്കമില്ലാത്ത ഒരു നല്ല ദീനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്. ലൈലുഹ കനഹാരിഹ, ആ മതത്തിലെ രാത്രി പോലും പകലാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇരുളുകൾ പോലും പകലാണ്. ലാ യസ്യു അൻഹ ബാദി ഇല്ല ഹാലിഖുൻ, എനിക്ക് ശേഷം ആ ദീൻ സ്വീകരിക്കാതെ പോകുന്നവൻ തൊലഞ്ഞവനാണ്, മുടിഞ്ഞവനാണ്, നശിച്ചവനാണ്, നഷ്ടപ്പെട്ടവനാണ്, പരാജിതനാണ് എന്ന് പ്രവാചകൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അള്ളാഹുവും റസൂലും നമുക്ക് എന്തെല്ലാം അനുവദിച്ചോ അതെല്ലാം നമുക്ക് അനുവദനീയമാണ്. അള്ളാഹുവും റസൂലും നമുക്ക് എന്തെല്ലാം പാടില്ല എന്ന് പറഞ്ഞോ അതൊക്കെ നമുക്ക് പാടില്ലാത്തതാണ്. ഒരുപാട് നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ ഒരു മുസ്ലിമിന് ഈ പറഞ്ഞ ദീനിൽ ജീവിക്കാൻ കഴിയൂ. അള്ളാഹുവും റസൂലും എന്തൊക്കെ അനുവദനീയമാക്കി തന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് സ്വീകരിക്കാം. അല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച്, നമ്മുടെ മനസ്സിൻ്റെ അഭിലാഷങ്ങൾക്കും തോന്നിയവാസങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുവാനൊന്നും ഇസ്ലാമിൽ അവകാശമില്ല. ഏതുപോലെ ഒരു നല്ല ഫുട്ബോൾ മത്സരം നടക്കുന്നു എന്ന് വിചാരിക്കുക. ആ ഫുട്ബോൾ കളിക്കുന്ന 22 പേർക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ കൃത്യമായി പാലിക്കുമ്പോഴേ ആ മത്സരമാകൂ. ആ നിബന്ധനകൾക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ റഫറി ഫൗൾ വിളിക്കും. ചിലപ്പോൾ മഞ്ഞ കാർഡും ചിലപ്പോൾ ചുവന്ന കാർഡും കൊടുത്ത് പുറത്താക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് ദീൻ. ഒരു നല്ല ക്രിക്കറ്റിലോ ഫുട്ബോളിലോ ഹോക്കിയിലോ ടെന്നീസിലോ ഒക്കെ നിയമങ്ങൾ ബാധകമായതുപോലെ മനുഷ്യനെ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നതിന് കുറേ നിയമങ്ങളും വിലക്കുകളും അള്ളാഹു വച്ചിരിക്കുന്നു. ഒരു ഫുട്ബോൾ കളിക്കാരൻ പതുക്കെ തൻ്റെ നേരെ വരുന്ന പന്ത് കൈകൊണ്ട് ടച്ച് ചെയ്താൽ ഹാൻഡ്ബോളാണ്. പെനാൽറ്റി കോർണകത്താണെങ്കിൽ പെനാൽറ്റി വിധിക്കും റഫറി. അത് സൗകര്യാർത്ഥം ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ സൗകര്യത്തിന് ചെയ്തതാണ്. എന്നെ നെഞ്ചിലടിക്കുമായിരുന്നു, മുഖത്ത് കൊള്ളുമായിരുന്നു, അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തടഞ്ഞിട്ടാണെന്ന് പറഞ്ഞാലൊന്നും ഇവിടെ നിവൃത്തിയൊന്നുമില്ല. ഒരു ഫുട്ബോൾ കളിക്ക്, ഒരു കളികൾക്ക് വിലക്കുകൾ ഉള്ളതുപോലെ, വിധികൾ ഉള്ളതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമും മനുഷ്യന് വിധികളും വിലക്കുകളും തന്നിരിക്കുന്നു. അത് പാലിച്ചേ മതിയാകൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദര, അള്ളാഹുവും റസൂലും എന്തെല്ലാം അനുവദിച്ചോ അതൊക്കെ സ്വീകരിക്കുക. നിങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ താല്പര്യമനുസരിച്ച് സിനിമ, സംഗീതം, കല, കായികം അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അതൊന്നും ഇസ്ലാം സ്വീകരിക്കില്ല, ഇസ്ലാം അംഗീകരിക്കില്ല. അതൊക്കെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അഭീഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ്. അതിനൊന്നും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. കർശനമായി കളികൾക്ക് വിലക്കുള്ളതുപോലെ മനുഷ്യ ജീവിതത്തിന് വിലക്കുകളും നിയമങ്ങളും ഉണ്ട്. അതാണ് ഇസ്ലാമെന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിലെ ഓരോ സ്ഥാനത്തും, ഇസ്ലാമിൽ കലയുണ്ട്, കായികമുണ്ട്, കലകളുണ്ട്, ഒക്കെയുണ്ട്. അതിനൊക്കെ അനുവദനീയമേത്, അനുവദനീയമല്ലാത്തത് ഏതെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോവുക. മൊയ്തീൻ മാസ്റ്റർ കല്ലോട് നിന്നും ചോദിച്ച ചോദ്യമാണ്: പല കാരണങ്ങളാൽ ഒരുപാട് നോമ്പ് നോറ്റുവീട്ടേണ്ട ഒരാൾ നോമ്പിൻ്റെ എണ്ണം, വർഷം ഇവ ഒന്നും ഓർമ്മയില്ല. അയാൾ എന്താണ് ചെയ്യുക? ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നു. അൽഹംദുലില്ലാ, ഏതാണ്ട് ഒരെണ്ണം കണക്കാക്കുക. വർഷങ്ങളെടുത്താൽ മതിയാകുമല്ലോ. ഞാൻ എൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ നോമ്പ് പിടിച്ചു തുടങ്ങി, അല്ലെങ്കിൽ 25-ലാണ് നോമ്പ് തുടങ്ങിയതെങ്കിൽ അത്രയും പ്രായപൂർത്തിയായത് മുതൽ അത്രയും വർഷത്തെ കുറച്ചാൽ മതിയാകുമല്ലോ. ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൂടി കൂട്ടുക. ഏകദേശം ഒരു കണക്കെടുക്കുക. അതിനെന്തായാലും കഴിയും. 60-70 വർഷമൊക്കെ അല്ലേ നമുക്കുള്ളൂ ആകപ്പാടെ. അപ്പോൾ ഏകദേശം ഒരു കണക്കെടുത്ത് റമദാൻ അല്ലാത്തപ്പോൾ പിടിച്ചു വീട്ടാൻ കഴിയുമെങ്കിൽ ആ നോമ്പുകൾ പിടിച്ചു വീട്ടുക. പിടിച്ചു വീട്ടാൻ കഴിയില്ലെങ്കിൽ ഓരോ നോമ്പിനും പകരം 600 ഗ്രാം അരി വെച്ച് ദാനം ചെയ്യണം. അവിടെ ഒരു പ്രശ്നമുള്ളത്, ഒരു വർഷത്തിന് മുമ്പ്, ഇപ്പോൾ ഈ വർഷത്തെ റമദാൻ, കഴിഞ്ഞ വർഷത്തെ നോമ്പ് നഷ്ടപ്പെട്ടത് ഈ റമദാനും പിടിച്ചു വീട്ടിയെങ്കിൽ മാത്രമാണ് 600 ഗ്രാം. അടുത്ത വർഷമാണെങ്കിൽ അത് 1200 ആകും. അത് കഴിഞ്ഞാൽ വീണ്ടും 600 കൂടും. ഇങ്ങനെ ഇരട്ടിച്ച് പോകും. ആ രീതിക്ക് കണക്കെടുത്ത് ആരെങ്കിലും ഉലമാക്കളുടെ സഹായം കൂടി തേടിക്കൊണ്ട് ഏകദേശം കണക്കെടുത്ത് ദാനം ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ദാനം ചെയ്യുക. പിടിച്ചു വീട്ടാവുന്ന അത്രയും നോമ്പ് പിടിച്ചു വീട്ടുക. എല്ലാറ്റിലും ഉപരി കരുണാവാരിധിയായ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. അങ്ങേയറ്റം ആത്മാർത്ഥമായി പടച്ചവനോട് പൊറുക്കണേ, പറ്റിപ്പോയി, അറിവില്ലായ്മയാണ്, തെറ്റുപറ്റിപ്പോയി, സാഹചര്യം കിട്ടിയില്ല, പൊറുക്കണേ 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 നിരന്തരം തേടുക.
അപ്പോൾ കഴിയുന്നത്ര നോമ്പുകൾ പിടിച്ചു വീട്ടുക, കഴിയാത്ത നോമ്പുകൾക്ക് മുദ്ദ് കൊടുക്കുക, കഴിയുമെങ്കിലും മുദ്ദ് കൊടുക്കുക. അതോടൊപ്പം അള്ളാഹുവിനോട് പാപമോചനം തേടുക, പൊറുക്കലിനെ തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. പരമാവധി അത്രയുമേ ഇസ്ലാം ഉദ്ദേശിക്കുന്നുള്ളൂ, അള്ളാഹു ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ഡിസ്ക് തള്ളൽ, മുട്ടു തേയ്മാനം, കഴുത്തു തേയ്മാനം, ബ്ലോക്കുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ് ഇവ ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്താം. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കന്റ് BAMS MS-ന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി നട്ടല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അൽഹംദുലില്ലാഹ്, എത്രയെത്ര സുന്ദരമായ ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ മികച്ചതാകുമ്പോൾ ആൻസേഴ്സും മികച്ചതാകും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾ ലോകമെമ്പാടുമുള്ള അനേകം പ്രേക്ഷകർക്ക് സമാധാനം കിട്ടുന്ന, അതിന് നിവാരണം വരുന്ന കാര്യങ്ങളാണ്. ചോദ്യങ്ങളയച്ച എല്ലാവരോടും പ്രത്യേകം നന്ദിയുണ്ട്. നമുക്കിത് പഠിക്കാനുള്ള നല്ലൊരു ദുആ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിൻ്റെ രീതി ശരിക്കും അറിഞ്ഞുകൂടാ, എങ്ങനെ ചൊല്ലണം എന്നറിഞ്ഞുകൂടാ. മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കുവാൻ, നാമെല്ലാം ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ്. നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ആഗ്രഹം സാധിക്കുവാൻ 940 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. 940 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നാം മനസ്സിലാക്കണം, ഈ ലോകത്ത് വന്ന മുർസലീങ്ങൾ, പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ 313 പേരായിരുന്നു. താലൂത്ത് രാജാവിനോടൊപ്പം ജാലൂത്തിനോട് ഏറ്റുമുട്ടിയ ആ വിശ്വാസദാർഢ്യമുള്ള സഖാക്കൾ 313 പേരായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബദറിൽ ശത്രുക്കളോട് പടവെട്ടിയതും 313 പേരായിരുന്നു. എല്ലാം കൂടി 939 അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടി ചേർക്കുമ്പോൾ 40 940 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നിങ്ങളുടെ ആവശ്യം, മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. നമ്മുടെ ഈ പ്രോഗ്രാം വലിയൊരു തുക മുടക്കി സ്പോൺസർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രകൃതി ഹോസ്പിറ്റലാണ്. കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തും കൊച്ചി ഇടപ്പള്ളിയിലും മലപ്പുറത്ത് ഇടപ്പാളിലും പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളുള്ള മഹത്തായ സ്ഥാപനം. വർഷങ്ങളായി ചികിത്സയുടെ പാരമ്പര്യമുള്ള സ്ഥാപനം. അൽഹംദുലില്ലാ, ഡോക്ടർ ഷെഫി, ഡോക്ടർ സച്ചിൻ എന്നിവരുടെ വളരെ ചിരപരിചിതമായ സേവനം, കൺസൾട്ടിംഗ്, ഒരുപാട് രോഗികൾക്കും രോഗങ്ങൾക്കും പരിഹാരം. നമുക്കറിയാം, രോഗങ്ങൾക്ക് ശിഫ തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഡോക്ടർ ഷെഫിയിലൂടെ, ഡോക്ടർ സച്ചിനിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും പരിഹാരം, രോഗശമനം തരാൻ വിനീതനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും ദുആക്കൾ ഉണ്ടാകണം. കാരണം അവരുടെ ഒരു വലിയ സഹായം കൊണ്ടാണ് അൽ മഫാസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നത്.
ജീവൻ ടി വി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു 10,000 കണ്ടിരുന്ന പ്രോഗ്രാം. എവിടെ ചെന്നാലും അത് മുടങ്ങിപ്പോയതിൽ ആൾക്കാർ സങ്കടം പറയാറുണ്ട്. അത് വീണ്ടും തുടങ്ങാൻ സഹായിക്കുന്ന ഈ സ്ഥാപനത്തെ അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങൾ എന്തായാലും രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സ തേടി നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാം പഴയതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മുതൽ 9:30 വരെ, എല്ലാ വെള്ളിയാഴ്ചയും അതേ ദിവസം പ്രോഗ്രാം നടക്കുന്ന ദിവസം തന്നെ രാത്രി 11:30 മുതൽ 12 വരെ, വീണ്ടും അടുത്ത എല്ലാ ബുധനാഴ്ചയും രാത്രി 10:30 മുതൽ 11 വരെ, ഇങ്ങനെ ഒരേ പ്രോഗ്രാം 3 തവണ ടെലികാസ്റ്റിംഗ് ഉണ്ടാകും. ഒന്നുകൂടി, വെള്ളിയാഴ്ച 9:00-9:30, അതേ രാത്രി 11:30 to 12, ബുധനാഴ്ച 10:30 മുതൽ 11 വരെ. ഒരു സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സമയത്ത് കാണാം. പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണണം, എല്ലാവരും ദുആ ചെയ്യണം. ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുകാർക്കും പ്രകൃതി ഹോസ്പിറ്റലിന് വേണ്ടിയും സാധുവായ എനിക്ക് വേണ്ടിയും ഒക്കെ നിങ്ങളുടെ ദുആക്കൾ ഉണ്ടാകണം. അള്ളാഹു ഇതിൻ്റെ പ്രേക്ഷകരെ, പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക. അൽ മഫാസ്, ഹൗസ് നമ്പർ 10, പൂന്തുറ PO, തിരുവനന്തപുരം 26. ഇൻഷാ അള്ളാഹു വേണ്ടുക വെച്ച് അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ജീവനിലൂടെ കണ്ടുമുട്ടാം. അൽ മഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551.